സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്ക്വാഡ് ബിൽഡിംഗ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്ക്വാഡ് ബിൽഡിംഗ് 4-2-2 ഫോർമേഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് മാനേജറെ സെലക്ട് ചെയ്യാം. നമ്മുടെ മാനേജർ സാബി അലോൺസ് ആണ്. ഇപ്പോൾ സാബി അലോൺസോ ഭയങ്കര ഡിഫൻസൊക്കെ നല്ല രീതിയിൽ ഷോക്കാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു മാനേജർ മേടിക്കുന്നതായിരിക്കും. അതുവരെ നമ്മുടെ സാബി അലോൺസോ ഒരു ലെജൻഡറി മാനേജർ തന്നെയാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ GK പൊസിഷനൊക്കെയാണ്. അപ്പോൾ നമുക്കൊന്ന് സെറ്റാക്കട്ടെ, ഓവർ റേറ്റിംഗ് എടുക്കാം. നമ്മുടെ സ്മൈക്കിളാണ് ഗോൾ കീപ്പർ. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പണ്ടേ ഗോൾ കീപ്പറാണ്. ഇപ്പം 100 ഓയിൽ കിട്ടിയേക്കണം. അവന് ഏറ്റവും നല്ല ഒരു കാര്യം സ്മൈക്കിളാണെന്നതാണ് കേസ്. അപ്പോൾ നമ്മുടെ സ്മൈക്കിൾ ഗോൾ കീപ്പറായിട്ട് വരും. അപ്പോൾ നമ്മുടെ 105 റേറ്റഡ് സ്മൈക്കിൾ ഒരു രക്ഷയില്ലാത്ത ഒരു കാർഡാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത LBRB പൊസിഷനിലാണ്. LBRB നമ്മുടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോസ്റ്റോട്ടയും ജോൾസ് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റിന് ഉപയോഗിക്കാത്തത് ഇത് ഡിഫൻസീവ് ഫുൾ ബാക്ക് രണ്ടറാണ്. ഇതൊരു പാട്ട ഡിഫൻസീവ് ഫുൾ ബാക്കാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് സെറ്റായി. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ CB പൊസിഷനാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ CB പൊസിഷനിൽ ഒരു ഡിസ്ട്രോയറും ബിൽഡപ്പാണ് നമ്മൾ CB ആയിട്ട് സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ CB പൊസിഷനിൽ നമ്മുടെ ടോണി അഡംസ് ആയിട്ട് ഡിസ്ട്രോയറായിട്ട് വരുന്നത്. നമ്മുടെ വെക്കാമ്പറും ഇപ്പോൾ നമ്മൾ ആൾഡെയർ ജസ്റ്റ് ഒന്ന് മാറ്റിയേക്കാണ്. അപ്പോൾ നമ്മൾ ആൾഡെയർ സബിൽ വരും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാസ്റ്റണിയും സബിലുണ്ടാവും. അപ്പോൾ രണ്ടൊരു കിടക്കാച്ചി കടകൾ തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ DMF പൊസിഷനും CMF പൊസിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ DMFിൽ നമ്മുടെ ഒരേ ചോയ്സുള്ളൂ, നമ്മുടെ ഡേവിഡ്സിൻ്റെ ഒരു കാർഡാണ്. ആങ്കർമാൻ അല്ല, ഡിസ്റ്റോറാണ്. എന്നാലും ഒരു പെട്ട കാർഡെന്ന് തന്നെ പറയാം ഗൈസ്. പിന്നെ നമ്മളിടാകുമ്പോൾ നമ്മുടെ ഈ ബെക്കാമിൻ്റെ കാർഡാണ്. പെട്ട കാർഡാണ് ഗൈസ്. നിങ്ങളുടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉപയോഗിക്കാം. ഇത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ സ്കോൾസിനെയും പെഡ് തന്നെയാണ് നമ്മളിടുന്നത്. ഈ പെഡ് ഒരു രക്ഷയില്ല, സ്കോൾസ് ഒരു രക്ഷയില്ല ഗൈസ്, കിക്കിംഗ് പവറൊക്കെ. പിന്നെ നമ്മൾ നോക്കാം നമ്മുടെ LMF RMF ഒക്കെ പൊസിഷനാണ് ഇനി നമ്മൾ നോക്കാനുള്ളത്. പിന്നെ AMFും. അപ്പോൾ LMF RMF AMFിൽ അത്യാവശ്യം പ്ലേയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഹോൾ പ്ലെയറൊക്കെ എന്തായാലും വേണം. അപ്പോൾ നമ്മുടെ റാഫീനയുടെ സബ്സ്റ്റിറ്റ്യൂഷനിലാണ്. കാരണം നമുക്ക് കുറച്ചുകൂടി പാസിങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ സ്നൈഡറും ഫോമുള്ളപ്പോൾ റാഫീനിടും. അപ്പോൾ അവിടെ സ്നൈഡറും പിന്നെ നമ്മുടെ ഡിബ്രോയിനാണ്. ഫോം ഇപ്പോൾ ഡിബ്രോയിൻ ഇപ്പോൾ ഉണ്ട്. അത്യാവശ്യം പടകളിയുള്ള ഡിബ്രോയിനാണിത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റൈറ്റിങ് ലെഫ്റ്റിങ് പൊസിഷനൊക്കെയാണ്. അപ്പോൾ റൈറ്റിങ് ലെഫ്റ്റിങ്ങിൽ നമ്മുടെ മെസ്സി ഉണ്ട്. ഒരു പെട്ട മെസ്സി നിങ്ങൾക്കെല്ലാവർക്കും അറിയണതാണ്. CFും എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ റൈറ്റിങ് നമ്മുടെ മെസ്സി, റൈറ്റ് മിഡ്ഫീൽഡ് അതൊന്നും ശരിയാക്കാണ്ട്. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ CF പൊസിഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പെട്ട CFുകളാണ് എൻ്റെ ടീമിലുള്ളത്. കണ്ടാൽ മനസ്സിലാവും. അത് എംബപ്പേ ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല. ടീമിനെ ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യുന്നത്. പിന്നെ ഈ റൊണാൾഡോ ഫോമുകളിപ്പോൾ റൊണാൾഡോ എന്തായാലും ഇടുന്നതാണ്. എന്തായാലും സെക്കൻഡ് ഹാഫിലൊക്കെ ഇടുന്നതാണ് ഗൈസ്. പിന്നെ ഈ ഡേവിഡിൻ്റെ കാർഡ് കുഴപ്പമൊന്നുമില്ലാത്ത കാർഡാണ്. പിന്നെ നമ്മുടെ ഈ ശേഷം മെയിൻ സാധനമാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത കാർഡാണ്. 100 വലിയ വെറുത്തെന്ന് പറയാം. പിന്നെ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഈ ടോറസിൻ്റെ കാർഡാണ്. പിന്നെ നമ്മൾ ഈ സ്റ്റോയ്ക്കോൻ്റെ കാർഡ് ഒരു രക്ഷയില്ലാത്ത കാർഡാണ്. സൂപ്പർ സബ്ബൊക്കെ ആയിട്ട് പെട്ടായിട്ട് ഇടാൻ പറ്റുന്ന കാർഡാണ്. പിന്നെ നമ്മൾ നോക്കാം നമ്മുടെ ജോഹാൻ ക്രൈഫിൻ്റെ ഈ ലെജൻഡറി കാർഡാണ്. ഞാൻ കിട്ടിയെന്നല്ല, പിന്നെ ഒരിക്കലും നമ്മുടെ ടീമിൽ നിന്ന് പുറത്താക്കാത്തൊരു കാർഡാണ്. പിന്നെ നമ്മുടെ ഈ നെയ്മർ ജൂനിയറിൻ്റെ കാർഡാണ്. ഇടയ്ക്ക് ഫോമുകളിപ്പോൾ നമ്മൾ ഇടുമ്പോൾ ബോളൊക്കെ അടിക്കാറുണ്ട്. ഒരു പെട കാർഡാണ് പ്ലേസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്ക്വാഡ് ബിൽഡിങ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൊക്കെ എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാറ്റങ്ങൾ വേണമെന്ന്. അപ്പോൾ അതൊക്കെ നല്ല ഗൈസ്. ബൈ.